ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആത്മാവും മനസ്സും എപ്പോഴും നമുക്ക് അതായത് മനുഷ്യർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അല്ലേ? അല്ലേ? ആത്മാവ് എന്ന് പറയുന്നതിൽ പല കോൺസെപ്റ്റുകളുണ്ട്. അതിൽ മിക്കതും മതത്തെ ബേസ് ചെയ്തിട്ടാണ് ആത്മാവിന്റെ കോൺസെപ്റ്റുകൾ നിലനിൽക്കുന്നത്. ശരീരം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ശരീരം ഈ ഭൂമിയിൽ ജന്മമെടുത്താൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ, അതല്ലെങ്കിൽ ഒരു സെല്ലായിട്ട് അത് ഫോം ചെയ്ത് കഴിയുമ്പോൾ മുതൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവനോടെ ഇരിക്കുക, ജീവിക്കുക എന്നുള്ളതാണ്. വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല, ആരോഗ്യകരമായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരോഗ്യകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണമല്ലേ? ആരോഗ്യം എന്തിനൊക്കെ വേണം? ശരീരത്തിനും വേണം, മനസ്സിനും വേണം, ആത്മാവിനും വേണം അല്ലേ? അപ്പോ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ഒരു ശരീരം ഈ ഭൂമിയിൽ ഉടലെടുത്താൽ, അതായത് കുഞ്ഞ് ജനിച്ചാൽ, അതിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് ജീവനോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ ആരോഗ്യം പലപ്പോഴും നഷ്ടപ്പെടുമ്പോഴാണ് ആ ജീവൻ ഇല്ലാതാകുന്നത്, അബോർഷൻ സംഭവിക്കുന്നത് അല്ലേ? ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞിന്റെ ലക്ഷ്യം, ആ ശരീരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജീവനോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുക? കമന്റ് ചെയ്യാൻ പറ്റും ചാറ്റ് ബോക്സിൽ. രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ലേ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാം. ആരോഗ്യം എന്ന് പറയുന്നത് അസുഖമില്ലാത്ത ഒരവസ്ഥയാണ് അല്ലെ? ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിരിക്കുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി സന്തോഷവതിയായി ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സന്തോഷമില്ല, അവിടെ ആരോഗ്യമില്ല എന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ സുഖമുള്ള അവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവൂ, അതുവഴി അവിടെ സന്തോഷമുണ്ടാവൂ. അസുഖമില്ലാതെ ഒരു വ്യക്തി ഇരിക്കണമെങ്കിൽ, അതായത് സുഖമായി ഇരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിന് സുഖമുണ്ടാവണം, ആ വ്യക്തിയുടെ ശരീരത്തിന് സുഖമുണ്ടാവണമെങ്കിൽ മനസ്സിന് സുഖമുണ്ടാവണം അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതെ, മനസ്സിന്റെ കോൺസെപ്റ്റ് ചിന്തമാണ്. അതായത് നമ്മുടെ തലച്ചോറ് പല ചിന്തകൾ ചിന്തിച്ച് അതിൽ നിന്നെടുത്ത ഒരു ഔട്ട്പുട്ട്, ഒരു റിസൾട്ടിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതിൽ വികാരങ്ങളെയാണ് അതിന്റെ മുൻപന്തിയിൽ നമ്മൾ നിർത്തുന്നത്. എന്തൊക്കെ വികാരങ്ങളാണ് മനുഷ്യനുള്ളത്? എന്തൊക്കെ വികാരങ്ങളാണുള്ളത്? സന്തോഷം, സങ്കടം, ദേഷ്യം. സന്തോഷം ഉണ്ട് അല്ലെ? സങ്കടമാകാം, ചിലപ്പോ ദേഷ്യമാകാം, വെറുപ്പാകാം അല്ലെ? അസൂയാവാം, വികാരമാകാം, ചിലപ്പോ സ്ട്രെസ് ആവാം, ആങ്സൈറ്റി ആവാം, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആവാം. ഇങ്ങനെ ഈ തലച്ചോറ് ഏതാണോ പുറത്തേക്ക് എടുക്കുന്നത് അതാണ് മനസ്സ്. ആ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പോൾ ആ പ്രോസസ്സിൽ നിന്നും പുറത്തെടുത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതിനെ നമ്മൾ വികാരങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ഒരു വ്യക്തി സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിന് സുഖമുണ്ടാവണം, മനസ്സിന് സുഖമുണ്ടാവണം അല്ലെ? ആത്മാവ് എന്ന് പറയുന്നത് എന്തിനാണ്? എന്താണ് ആത്മാവ്? എന്താണ് ആത്മാവ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആത്മാക്കളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് എന്നാണ്. ആത്മാവ് എന്ന് പറഞ്ഞ എന്താണ് ആത്മാവിന്റെ അവസ്ഥ, ഇതെല്ലാം കൃത്യമായി അറിയുന്നവരാണ് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമ്മൾ ഈ വിഷയങ്ങൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള മഹത്തായ ചിന്താശേഷിയുണ്ട്. അതിന് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്തു നിന്നും അവർ തമ്മിൽ പരസ്പരം സൈക്ലിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പോ ബ്രെയിനും ഹാർട്ടും നമ്മുടെ ചിന്താശേഷിയെ സഹായിക്കുന്നതാണ്. ഈ ചിന്ത ഉപയോഗിച്ച് ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്നതാണ് നമ്മുടെ ആത്മാവ്, എന്റെ റൂഹ് എന്നല്ലേ? അപ്പോ സ്പിരിറ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ്, ഹോളി ഗോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധ ആത്മാവ് അല്ലെ? റൂഹുൽ ഖുദുസ് എന്നാണ് അതിന് പറയാ. റൂഹുൽ ഖുദുസ് ഖുർആനിൽ എപ്പോഴും നമുക്ക് റൂഹുൽ ഖുദുസ് എന്ന വാക്ക് ഖുർആനിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അല്ലെ? അത് ജിബ്രീൽ റൂഹുൽ ഖുദുസ് എന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് റൂഹിനെ ഊതി, ആത്മാവിനെ ഊതി എന്ന് പറയാറുണ്ട് അല്ലെ?
ഒരു പാട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജിസ്മ് സേ റൂഹ് തക് ഹം തോ മാരേലിയെ എന്ന് പറഞ്ഞ എന്താണ്? ജിസ്മ് എന്നാൽ ശരീരം എന്നാണ്, റൂഹ് എന്ന് വെച്ചാൽ ആത്മാവ്. ജിസ്മും റൂഹും, ശരീരവും ആത്മാവും, ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴികൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പ്രധാനമായും 3 ഘട്ടങ്ങളെയാണ് പറയാറുള്ളത്. ഒന്നാമത്തെ ഘട്ടം, മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന ഈ അവസ്ഥ, നിങ്ങളും, അതായത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളും ഞാനും അടങ്ങുന്ന ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നമുക്കൊരു ശരീരമുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും ഒരു ശരീരം ഇല്ലേ? ഇല്ലേ? ഹലോ, ഉണ്ട്. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ബയോളജിക്കൽ സ്ട്രക്ചറിലാണ് അല്ലേ ഉള്ളത്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇവിടെ ആത്മാവ് മറഞ്ഞിരിക്കുകയും ശരീരം, ഫിസിക്കൽ ബോഡി തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഫിസിക്കൽ ബോഡി ആയിരിക്കും ഇവിടെ കാണുന്നത്. രണ്ടാമത്തേത് എന്താണ്? ഫിസിക്കൽ ബോഡി നശിക്കുകയും ആത്മാവ് മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. അതിനാണ് നമ്മൾ ബർസഖിയായ ലോകം എന്ന് പറയുന്നത്. അതായത് ശരീരം നശിച്ചു പോവുകയും അതിൽ നിന്നും ആത്മാവ് വേർപെടുകയും ചെയ്യുന്ന അവസ്ഥ. ഇവിടെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ, എന്റെ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്റെ റൂഹിന്റേതാണ് അല്ലെ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ റൂഹാണ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂഹാണ്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരീരം മാത്രം തെളിഞ്ഞിരിക്കുകയും ആത്മാവ് മറക്കപ്പെട്ട രീതിയിലായിരിക്കലും. 2, ശരീരം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴും ആത്മാവ് ആത്മാവിൻ്റെതായ അവസ്ഥയിലേക്ക് പോകും അല്ലെ, അതായത് വിട്ടുപോകും. അതിനാണ് നമ്മൾ ബർസഖിയായ ലോകം എന്ന് പറയുന്നത്. ബർസഖിയായ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറക്കപ്പെട്ട ലോകമാണ് അല്ലെ. എന്തിൽ നിന്നും മറക്കപ്പെട്ടതാണ്? എന്തിൽ നിന്നും മറക്കപ്പെട്ടതാണ് അള്ളാഹു ആലം. ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന ദുന്യാവിൽ നിന്നും മറക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആത്മാവിന്റെ ഭാഗം സഞ്ചരിക്കും. അപ്പൊ ആത്മാക്കൾക്ക് മാത്രമുള്ള അവസ്ഥയാണ് ബർസഖി എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും അവന് പുതിയൊരു ശരീരത്തെ നൽകപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് 3 സ്റ്റേജുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാനെന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ റൂഹാണ്. നമുക്ക് സൈക്കോളജിക്കൽ ലെവലിൽ ആദ്യം ഇതിനെ നോക്കാം. അതായത് ഞാനിപ്പോ പറയാണ്, ഇത് എന്റെ കൈയാണ്, ഇത് എന്റെ കാലാണ്, ഇത് എന്റെ കണ്ണാണ്, ഇത് എന്റെ മൂക്കാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇത് എന്റേതാണെന്ന് അല്ലെ. ഇവിടെ ഈ പ്രയോഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം എന്റേതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന ഒരു ക്വസ്റ്റ്യന് എക്സാക്റ്റ് ഒരു ആൻസർ കിട്ടുന്നില്ല അല്ലെ. അതായത് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ മൂക്കാണിത്, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഹൃദയമാണിത്, അപ്പൊ ഞാൻ ആരാണ് എന്നൊരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നില്ല അല്ലെ. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മാവായ ഞാനാണ് അല്ലെ, റൂഹായ ഞാനാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി തന്നെ ആത്മാവാണ്. ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന്റെ സഹോദരനോട് ചോദിക്കുകയാണ്, ഈ ശരീരമല്ലാതെ കാണാൻ ഭംഗിയൊന്നും ഇല്ലാത്ത വികൃതമായ ഒരു ശരീരമാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന്. അപ്പോ ആ സഹോദരൻ പറയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യായിരുന്നു, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ തന്നെ ചെയ്തേനെ എന്ന്. സത്യത്തില് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ റൂഹിനോടാണ് അല്ലെ. അവിടെ നമ്മൾ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സംസാരിക്കുന്നത് റൂഹിനോടല്ലേ, റൂഹിനോട് തന്നെയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? അത് അല്ലാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തുമ്പോഴാണ്. സത്യാസത്യ വിവേചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ്. ഇനി കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് നോക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു തആല ഞാനാകുന്ന റൂഹിനെ, ഞാനെന്ന് പറഞ്ഞാൽ സത്യത്തിൽ റൂഹാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിലേക്ക് റൂഹിനെ ഊതുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരം ഫോം ചെയ്തിരിക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നില്ല. അതിന് ജീവൻ കൊടുത്തപ്പോഴാണ് ആ ശരീരം എഴുന്നേറ്റുന്നത് അല്ലെ. ഇനി വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടർ പറയാണ്, ഒരാൾ മരിച്ചു എന്നൊരു ഒരു ഡോക്ടർ പറയാണ്, എന്താണ് സംഭവിക്കുക? ഡോക്ടർ പറയാണ്, കണ്ണ് ഇത്രയും മണിക്കൂറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം, അതിന് ജീവനുണ്ട്. ഹാർട്ട് ഇത്രയും മണിക്കൂറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അതും ഉപയോഗിക്കാം. അപ്പൊ ഓരോന്നിനും ജീവൻ പോകുന്നത് പല പല സമയത്തായിട്ടാണ് അല്ലെ. അപ്പൊ അപ്പോഴും പല അവയവങ്ങളിലായിട്ട് ഉണ്ട്, പക്ഷെ ആള് മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഈ മരണം? എന്താണ് ഈ മരണം? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യും. എന്താണ് മരണം? ഈ അവയവദാനം ഇസ്ലാമിൽ എങ്ങനെയാണ്? അവയവദാനം ഇസ്ലാമിന്റെ വിഷയമാണ്.
ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ശേഷം ചോദിക്കാം. ക്ലാസിന്റെ ശേഷം ലാസ്റ്റ് അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് തരും. എന്താണ് മരണം? ഒരു ഉദാഹരണം പറയാം. ഒരു വണ്ടി ഒരു കാറായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ആ കാറിനൊരു എഞ്ചിൻ ഉണ്ട്, ഒരു ഗിയർ ബോക്സ് ഉണ്ട്, ഒരു പെട്രോൾ ടാങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനൊരു സ്റ്റിയറിംഗും ഉണ്ട്. ഈ വണ്ടി ഒരാൾ ഓടിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന സമയത്ത് ആ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് അതിന്റെ എഞ്ചിൻ ഗുരുതരമായ രീതിയിൽ തകർന്നു, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തകർന്നു. അപ്പൊ ആ വണ്ടി ഇനി പോവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഡ്രൈവർ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും അല്ലെ? വണ്ടി അവിടെ കിടക്കും അല്ലെ? ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. മനുഷ്യന്റെ ശരീരത്തോട് ഉപമിക്കുകയാണ് ഞാൻ ഈ കാറിനെ. വണ്ടിക്ക് ഒരു എഞ്ചിൻ ഉള്ളത് പോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഒരു ഹാർട്ട് ഉണ്ട്. വണ്ടിക്ക് ഒരു ഗിയർ ബോക്സ് ഉള്ളത് പോലെ നമുക്കൊരു ബ്രെയിൻ ഉണ്ട്. പെട്രോൾ ടാങ്ക് ഉള്ളത് പോലെ നമുക്ക് ആമാശയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അവയവങ്ങളും മനുഷ്യ ശരീരത്തിൽ ഉള്ളതുപോലെ തന്നെ വാഹനത്തിലുമുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വാഹനം റൈറ്റ് പോകുന്നുണ്ടാവും, ലെഫ്റ്റ് പോകുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ട് ഒരു ഡ്രൈവർ ഉണ്ട്. വണ്ടിയുടെ സ്റ്റിയറിങ്ങും വണ്ടി ഓടിക്കുന്ന ആളുടെ ബ്രെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? എവിടെയെങ്കിലും പോയി വണ്ടി ഇടിച്ചാൽ പിന്നെ വണ്ടിയുടെ ഉള്ളിലെ ഡ്രൈവർ അതിലിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം വണ്ടി സഞ്ചരിക്കൂല, അത് കേടായി പോയി, അതിന്റെ അവയവങ്ങൾ നശിച്ചു. ഡ്രൈവർക്ക് പുറത്തേക്ക് ഇറങ്ങലേ നിവൃത്തിയുള്ളൂ. ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുന്നു. വണ്ടി നന്നാക്കാവുന്ന ആളുകൾ പരിശോധിച്ച് നോക്കിയിട്ട് പറയാണ്, ഇനി ഈ വണ്ടി ഓടൂല, വേണമെങ്കിൽ ഇതിന്റെ ഗിയർ ബോക്സ് നമുക്ക് എടുക്കാം, വേണമെങ്കിൽ ഇതിന്റെ ടയർ നമുക്ക് എടുക്കാം, പക്ഷെ വണ്ടി ഇനി ഓടൂല. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. മനുഷ്യൻ എവിടെയെങ്കിലും പോയി ഇടിച്ച് അവന്റെ ഹൃദയമൊക്കെ പൊട്ടിപ്പോയാല് ആ ശരീരമാകുന്ന വണ്ടി പിന്നെ അനങ്ങില്ല. അപ്പൊ എന്ത് സംഭവിക്കും? റൂഹിന് പുറത്തേക്ക് ഇറങ്ങലേ നിവൃത്തിയുള്ളൂ. ഇതാണ് അവിടെയും നടക്കുന്ന പ്രോസസ്സ്. റൂഹ് എന്ന് പറയുന്നത് വേറെ അവസ്ഥയിലുള്ളതാണ്, റൂഹ് എന്ന് പറയുന്നത് വേറെ ഫോർമാറ്റിലുള്ളതാണ്, അത് എന്ന് പറയുന്നത് വേറെ ഭാവത്തിലുള്ളതാണ്. റൂഹിന് ഒരിക്കലും ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരു പൂവിനെ തൊടുവാനോ ആ പൂവിന്റെ സുഗന്ധം ശ്വസിക്കാനോ സാധിക്കില്ല. കാരണം അത് ദുന്യവിയായ വസ്തുവാണ്. ഭൂമിയിലെ ബയോളജിക്കൽ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ബോഡിയുള്ള ഒരു സാധനമാണ് പൂവെന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ തലയിൽ തലോടാൻ റൂഹിന് കഴിയോ? ഇല്ല, കാരണം അത് ഫിസിക്കൽ ബോഡിയാണ്. ഇവിടുത്തെ വാഹനങ്ങളുടെ ശബ്ദവും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമൊക്കെ അത് റൂഹിന്റെ ഫോർമാറ്റിൽ ഉള്ളതല്ല അല്ലെ? അത് ഇഹലോകവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇങ്ങനെയുള്ള റൂഹിനെ ഭൂമിയിലേക്ക് മനുഷ്യനായി അയക്കുമ്പോൾ ഈ റൂഹിന് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭൂമിയിൽ സ്പർശിച്ചേ പറ്റൂ, കേട്ടേ പറ്റൂ, കണ്ടേ പറ്റൂ അല്ലെ? അപ്പോ റൂഹിന്റെ ഫോർമാറ്റ് അല്ല ഭൂമിയിലെ ജീവിതം. റൂഹിന്റെ ഫോർമാറ്റ് വെച്ച് ഭൂമിയിൽ ഒരു ജീവിതം ജീവിക്കുക പോസിബിൾ ആണോ? ഇമ്പോസിബിൾ ആണ് അല്ലെ? അപ്പോ ഈ റൂഹിന് ഭൂമിയിലെ കാര്യങ്ങൾ രുചിക്കണമെങ്കിൽ റൂഹിനെ ഭൂമിയുടെ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഒരു ഉപകരണം ആവശ്യമാണ്. അപ്പൊ ആ ഒരു വാഹനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഈ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ ശരീരത്തിലേക്ക് കടത്തുന്ന സമയത്ത് പിന്നെ മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഈ ശരീരത്തിലൂടെയാണ്. അല്ലാഹു തആല നമുക്ക് സൃഷ്ടിച്ചു തന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മനുഷ്യന്റെ ഭൂമിയിലെ അവസ്ഥ. വേറെ ഫോർമാറ്റിലുള്ള റൂഹിനെ ഭൂമിയുടെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുന്ന ഉപകരണമാണ് മനുഷ്യ ശരീരം. നാളെ മനുഷ്യൻ മരിക്കും. ചിലപ്പോൾ രോഗം വന്ന് വണ്ടിയിലെ ഉള്ളിലെ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഈ റൂഹും ശരീരവും തമ്മിലുള്ള ബന്ധം വേർപെടേണ്ട സമയമാക്കും, ഡ്രൈവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ. അപ്പോൾ ഈ ശരീരം ചിലർ ദഹിപ്പിക്കുന്നു, അടക്കം ചെയ്യുന്ന ആ സമയത്ത് റൂഹിന്റെ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇപ്പൊ കാണുന്ന അവസ്ഥയിലായിരിക്കില്ല റൂഹ് കാണുക. റൂഹ് വേറെ അവസ്ഥയിലായിരിക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കുറവുകളെ നമ്മൾ നിയന്ത്രിക്കുന്നത്, ഓവർകം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? പക്ഷെ ഈ ബ്രെയിനിനും ഒരു പരിധിയുണ്ട്. അപ്പൊ പറഞ്ഞ ഒന്നാമത്തെ അവസ്ഥ എന്തായിരുന്നു? ആത്മാവ് മറഞ്ഞിരിക്കുന്ന അവസ്ഥ, ശരീരം വെളിപ്പെടുന്ന അവസ്ഥ. രണ്ടാമത്തേത് മരണത്തിന് ശേഷം ശരീരം നഷ്ടപ്പെടുകയും റൂഹിന്റെ ഫോർമാറ്റിലേക്ക് മാറുന്ന അവസ്ഥ അല്ലെ? മൂന്നാമത്തേത് ലോകം ഖിയാമത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റൂഹിന് വേറെ ശരീരം കൊടുക്കും. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ ലോകം വേറെയാണ്, ആ ജീവിതം വേറെയാണ് അല്ലെ? ഈ പ്രപഞ്ചം, ഈ ഭൂമി അടക്കം വേറെ അവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഇപ്പൊ ഉള്ള ഈ ഒരു ബയോളജിക്കൽ ബോഡി ആയിരിക്കില്ല നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ മനസ്സിനെയും ശരീരത്തെയും കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് സെമീന മാമിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നില്ലേ? പറ്റുന്നുണ്ട്, അതന്നെ നല്ലത്. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ഹെൽപ്പാണ്. ഈ പുണ്യമാസത്തിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിൽ ഒരാൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരല്ലേ? നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കൂലേ? അതിനെല്ലാവരും റെഡിയാണല്ലോ? ചെയ്യൂ, എല്ലാരും ചെയ്യാൻ തയ്യാറാണ് അല്ലെ? എനിക്കറിയാം നിങ്ങളൊക്കെ ഒരുപാട് വിശാലമായ മനസ്സിന്റെ ഉടമകളാണെന്നും അതുപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. മാഷാ അല്ലാ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഹെൽപ്പ് ഇതാണ്. എല്ലാവരും നിങ്ങളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം. അവസാനം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സംശയ നിവാരണത്തിനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ സമയത്ത് ആവശ്യമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷേ ആൻസേഴ്സ് ഒക്കെ മാക്സിമം ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കും നല്ലത്. ഇത് വെച്ചാൽ സൗണ്ട് ഡിസ്റ്റർബൻസിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ് കേട്ടോ. ഞങ്ങളെ സ്കൂളില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. എന്നാല് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാത്തിഹേന്റെ തന്നെ മലയാളം തർജ്ജിമ, അതായത് മലയാള പരിഭാഷ പാടിക്കൊണ്ടാണ്. അത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നൊരീശ്വരൻ തിരുനാൾ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അല്ലാഹുവിനല്ലയോ സകല സ്തുതിയും. അല്ലാഹുവിനല്ലയോ സകല സർവലോകങ്ങൾക്കും സർവാധിപതിയായ പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ നമുക്ക് തുടങ്ങാം. ശരീരം, മനസ്സ്, ആത്മാവ്. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കുക, ഇതിലേതാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ ആർക്കും, ഈ ലോകത്ത് ആർക്കും കറക്റ്റ് ഒരു ആൻസർ പറയാൻ സാധ്യമല്ല. റൂഹിനാണ് വാല്യൂ കൂടുതലെങ്കിലും ഇത് മൂന്നും ചേർന്നതാണ് ഓരോ മനുഷ്യരും. നമുക്കറിയാം ഒന്നിനൊന്ന് വ്യത്യസ്തമുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് മൂന്നും ചേർന്നതാണ് ഓരോ മനുഷ്യരും. റൂഹിനാണ് വാല്യൂ കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് റൂഹ്, അതുപോലെ തന്നെ മനസ്സ്, ശരീരം, അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് പഠിച്ചോ നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തിനാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം തന്നിരിക്കുന്നത്? വെറുതെ ഈ ഭൂമിയിൽ പോയി കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോവാ എന്നുള്ള നിലക്കാണോ? ഒരിക്കലും അല്ല, അല്ലേ? നമുക്കറിയാം നമുക്കിവിടെ ചെയ്യാൻ ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്. നമ്മളെ അമലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, നന്മകള് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ റൂഹിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റൂഹിനാണ് വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റൂഹിന്റെ കയ്യിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് ശരീരവും മനസ്സും എന്നുള്ളത്. അപ്പം ഈ ശരീരവും മനസ്സും എപ്പോഴും ആരോഗ്യകരമായി സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത്, ഫ്രഷായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. എപ്പോഴും നമ്മൾ ഉപകരണങ്ങളാണ് ഈ ഒരു ശരീരവും മനസ്സും എന്ന് പറഞ്ഞല്ലോ. നമ്മളെ കയ്യിലുള്ള സാധാരണ ഉപകരണങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇടയ്ക്കിടെ എപ്പോഴും നമ്മളത് ഉപയോഗിക്കും അല്ലെ? പിന്നെയോ സർവീസ് ചെയ്യും, റിഫ്രഷ് ചെയ്യും. അതുപോലെയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ്. ഒരു മരം വെട്ടുകാരന്റെ കഥയുണ്ട്. ഒരു ഗ്രാമത്തില് 2 മരം വെട്ടുകാർ ജീവിച്ചിരുന്നു. അവരെന്നും രാവിലെ കാട്ടിലേക്ക് പോയി മരം വെട്ടുമായിരുന്നു. ഇങ്ങനെ പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരം ആവുമ്പോൾ ഈ മരം വെട്ടുകാർ തങ്ങള് വെട്ടിയെടുത്ത മരങ്ങള് ഒരു മുതലാളിക്ക് കൊണ്ടുപോയി വിൽക്കും. മുതലാളി ഇവർക്ക് പൈസ കൊടുക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആളുകളൊന്ന് മ്യൂട്ട് ചെയ്ത് സഹായിക്കണേ. നിങ്ങൾ എന്നോട് സഹായിക്കൂന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ. അപ്പൊ ഈ മരങ്ങള് ഒരു മുതലാളിക്ക് കൊണ്ടുപോയി വിറ്റിട്ട് അവരതിനുള്ള പ്രതിഫലം കൈവറ്റും.
അങ്ങനെ ഇരിക്കെ ഒരു മരം വെട്ടുകാരൻ തിരിച്ചറിയാണ് തന്റെ കൂടെയുള്ള ആൾക്കാണ് മുതലാളി എന്നും പൈസ കൂടുതൽ കൊടുക്കുന്നത്. രണ്ടുപേരും ഒരേ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഒരേ സമയത്താണ് അവർ മരം വെട്ടുന്നത്, ഒരേ സമയത്താണ് മരം വെട്ടൽ നിർത്തുന്നത്, ഒരേ മുതലാളിക്കാണ് വിൽക്കുന്നത്. പക്ഷെ ഒരു മരം വെട്ടുകാരന് മാത്രം എന്നും കൂടുതൽ പൈസ കിട്ടുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ മരം വെട്ടുകാരന് നല്ല വിഷമായി. ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് കൂടുതൽ പൈസ കിട്ടുന്നു? ഞാനും ചെയ്യുന്നത് ഇതേ ഡ്യൂട്ടിയല്ലേ? അങ്ങനെ ഇയാളിത് മുതലാളിയോട് ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പൊ മുതലാളിയോട് ചോദിച്ചപ്പോ മുതലാളി പറയുന്നുണ്ട്, നീ കൊണ്ടുവരുന്ന മരത്തേക്കാൾ കൂടുതൽ മറ്റേ മരം വെട്ടുകാരനാണ് മരം ഇവിടെ എത്തിക്കുന്നത്, അതുകൊണ്ടാണ് അയാൾക്ക് കൂടുതൽ പ്രതിഫലം ഞാൻ നൽകുന്നതെന്ന്. ഇപ്പൊ മരം വെട്ടുകാരൻ ആകെ കൺഫ്യൂഷൻ ആകാണ്. എന്തുകൊണ്ടാണ് അയാൾക്ക് മാത്രം ഇങ്ങനെ കൂടുതൽ മരം കിട്ടുന്നത്? ഞാനും അയാളും ഒരേ പണിയാണ് ചെയ്യുന്നത്, ഒരേ സമയത്താണ് പണി കയറുന്നത് അവസാനിപ്പിക്കുന്നത്, അയാൾക്ക് മാത്രം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കിട്ടുന്നതെന്ന് കൺഫ്യൂഷൻ ആയ അയാള് എന്ത് ചെയ്തെന്നറിയോ? റെസ്റ്റ് ടൈം കൂടി വിശ്രമമില്ലാതെ നിർത്താതെ മരം വെട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസവും ഇവര് മുതലാളിയുടെ അടുത്തേക്ക് മരങ്ങളുമായി ചെല്ലുകയാണ്. അപ്പൊ മുതലാളി അന്നും കൂടുതൽ മരം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് മറ്റേ മരം വെട്ടുകാരന് തന്നെയാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ആകെ ഒരു അങ്കലപ്പ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്ന് റെസ്റ്റും കൂടി എടുക്കാതെയാണ് മരം വെട്ടിയത്, മറ്റേയാളേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് വെട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും മരങ്ങൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത് അയാൾക്കാണെന്ന് മനസ്സിലാക്കി മരം വെട്ടുകാരൻ അങ്ങനെ മറ്റേ മരം വെട്ടുകാരനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് എന്ത് അത്ഭുത വിദ്യയാണ് അറിയുന്നത് എന്ന് അയാളോട് ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അങ്ങനെ അയാളോട് ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്, ഒരേ മുതലാളിക്കാണ് നമ്മൾ മരങ്ങൾ കൊടുക്കുന്നത്, നിനക്ക് എന്താണ് ഇത്ര കൂടുതൽ മരം കിട്ടാനുള്ള കാരണം? എന്ത് അത്ഭുത വിദ്യയാണ് നീ പ്രയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറ്റേ മരം വെട്ടുകാരൻ പറയുന്ന ഒരു ഉത്തരമുണ്ട്. മറ്റേ മരം വെട്ടുകാരന്റെ ഉത്തരം ഒരു ചോദ്യമായിരുന്നു. എന്താണെന്നറിയോ? നീ നിന്റെ വാളിന് മൂർച്ച കൂട്ടിയോ? നീ നിന്റെ വാളിന് മൂർച്ച കൂട്ടിയോ എന്ന ചോദ്യമാണ് മറ്റേ മരം വെട്ടുകാരൻ ചോദിച്ചത്. മറ്റേ മരം വെട്ടുകാരൻ എന്നും അദ്ദേഹത്തിന്റെ വാളിന് ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന പതിവുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങള് നമ്മള് നിരന്തരം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇബാദത്തുകള് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാപ്തമാക്കണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഈ മരം വെട്ടുകാരന്റെ വാള് പോലെ മൂർച്ച കൂട്ടേണ്ടതാണ്. അതിനുള്ള 2 ടിപ്സ് ആത്മാവിനെ കുറിച്ചും ആത്മീയതയെ കുറിച്ചും ഋഷാന മാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ശരീരം മനസ്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഭൗതികമായ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതില് ശരീരവും മനസ്സും ആരോഗ്യകരമായും നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. നമുക്കറിയില്ലേ, ആരോഗ്യമുള്ള ശരീരത്ത് മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യമുള്ള മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. ഇത് പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സും ശരീരവും ഫ്രഷ് ആയി വെക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാക്കി തീർക്കുക എന്നതിന് ഞാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മുൻ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ 2 കാര്യങ്ങൾ മാത്രമാണ്, നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് പറയുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഫുള്ളായി കേട്ടതിന് ശേഷം എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കണം. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ലോകത്ത് അള്ളാഹുവിനെയും പ്രവാചകനെയും കഴിച്ചാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം പറയും മുന്നേ 2 കണ്ടീഷനും കൂടി കേൾക്കണം. നിങ്ങൾ പറയുന്ന ഉത്തരം ഏത് വ്യക്തിയെ കുറിച്ചാണെങ്കിൽ ആ വ്യക്തി ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. രണ്ടാമത്തത്, ഒരാളുടെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം മക്കളെ ഇഷ്ടമാണെങ്കിൽ ഒരാളുടെ പേര് പറയും. മകനാണെ മകൻ, മകളാണെ മകൾ, ഉമ്മാനെയാണ് ഇഷ്ടമാണെങ്കിൽ മദർ, അല്ലെങ്കിൽ ഉപ്പാനാണെങ്കിൽ ഉപ്പ, ഹസ്ബൻഡിനാണെ ഹസ്ബൻഡ്, ടീച്ചറാണെ ടീച്ചർ, ഫ്രണ്ടിനെയാണെ ഫ്രണ്ട്. അങ്ങനെ ആളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അയക്കാം. എല്ലാവരും സഹകരിക്കും എന്ന് പറഞ്ഞതാണ്. ഇനി ടൈപ്പ് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയൂ കേട്ടോ. ഉമ്മ, ഹസ്ബൻഡ്, മാഷാഅല്ലാ, ഉമ്മ, ഓക്കെ, ഉമ്മ, ഓക്കെ, ഗ്രേറ്റ്, മാഷാഅല്ലാ, മാഷാഅല്ലാ, ഓക്കെ, ഹസ്ബൻഡ്,
ഹസ്ബൻഡ്. ഓക്കെ 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 ഓക്കെ. മദർ. ഓക്കെ, ഹസ്ബൻഡ്, മദർ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. മാഷാഅല്ലാ. ഓക്കെ ഓക്കെ, ഇത്രയും ആൾക്കാരെ ആൻസർ. ഉപ്പ. ഉപ്പ. ഓക്കെ, ഉപ്പ പറഞ്ഞിട്ടുണ്ട്. മദർ. ഉപ്പാനെയും ഉമ്മാനെയും തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും കൂടുതൽ ഇഷ്ടല്ലേ. ഹസ്ബൻഡ്. ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലേ. മാഷാഅല്ലാ. ജീവിച്ചിരിക്കുന്നവരല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഉപ്പയൊന്നും ഇല്ല. അപ്പൊ ഓക്കെ ഓക്കെ, ജീവിച്ചിരിക്കുന്ന ആളെയാണ് പറയേണ്ടത് കേട്ടോ, ഉമ്മ. ഓക്കെ ഓക്കെ. മീ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഉമ്മ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഹസ്ബൻഡ്. ഓക്കെ, ഒരുപാട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. മാഷാഅല്ലാ, നല്ല ഒരു പാർട്ടിസിപ്പന്റിന്റെ മുന്നിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളോ മറ്റോ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം എന്ന് പറഞ്ഞത് അത് ആരാണെന്നൊന്ന് പറഞ്ഞേ. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അപ്പൊ എല്ലാവരും ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ആൻസർ ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആൻസർ മീ എന്നുള്ളതാണ്. അത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ആൻസർ. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത്, ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് നമ്മളെ തന്നെയാണ്. സെൽഫ് ലവ് ആണ് ശരീരവും മനസ്സും ആരോഗ്യകരമായി നിലനിർത്താൻ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ ചുമതല. സെൽഫ് ലവ്, സ്വന്തമായി സ്നേഹിക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ളവരെയും മറ്റുള്ളവരെയും ഒക്കെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനെ, പഠിച്ചോനെയും പ്രവാചകനെയും പോലും മനസ്സ് തുറന്ന് കലർപ്പില്ലാതെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ലേഡീസ് അത് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ്. നിസ്കരിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഓട്ടപ്പാച്ചിലാണ്. രാവിലെ എന്ത് ഫുഡ് ഉണ്ടാക്കും, കുട്ടിക്ക് എന്ത് കൊടുക്കും, ടിഫിനിൽ എന്ത് കൊടുത്തേക്കും, ലഞ്ച് എന്ത് കൊടുത്തേക്കും, അത് വെക്കണം, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കണം, ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കണം, അതിലിടക്ക് നമുക്ക് സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം, അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലാണ്. അതിലിടക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരാവണ്ണം കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലെ. രാജാവിനെ പോലെ നന്നായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ആ ഡെയിലി ഫുള്ള് ഊർജം തരേണ്ട ഫുഡ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കഴിക്കുന്ന എത്ര ആളുണ്ട്? ഒന്ന് എസ് ടൈപ്പ് ചെയ്തിടണേ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കും. ഒരാൾ മാത്രമേ ഉള്ളൂ? യെസ്, ഉണ്ടല്ലേ. ഓക്കെ, നിങ്ങൾ സെൽഫ് ലൈനെ കുറിച്ചൊക്കെ അവയർനെസ് ഉള്ള ആളാണെന്ന് അറിയുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കഴിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടും ഒക്കെ ഫുഡ് പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മുടെ ഹസ്ബൻഡിനെയും മക്കളെയും ഒക്കെ നമ്മൾ നോക്കണം, ഉമ്മാനൊപ്പാനൊക്കെ നോക്കേണ്ട നമ്മുടെ ചുമതല തന്നെയാണ്. പക്ഷേ വല്ലപ്പോയെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുക. നമ്മൾ തന്നെ സമാധാനിപ്പിക്കുക. നമ്മളെ സമാധാനിപ്പിക്കാൻ ആരും ഇല്ലാന്ന് വെക്കുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ സമാധാനിപ്പിക്കുക. സാരമില്ലടോ, പോട്ടെ, ആരും ഇല്ലെങ്കിലും എനിക്കെന്റെ റബ്ബില്ലേ, പഠിച്ചോ എൻ്റെ കൂടെ ഉണ്ടാവും, സാരമില്ല, ഓക്കെ, അങ്ങനെ പറയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പലപ്പോഴൊക്കെ നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മളെ പറ്റി ആരും സുന്ദരി എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോട്ടെ, നമുക്ക് തന്നെ നമ്മുടെ സുന്ദരി എന്ന് അറിയാലോ. അപ്പൊ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട്, നീ സുന്ദരിയാണ്, നീ നല്ലൊരു ഉമ്മയാണ്, നീ നല്ലൊരു മകളാണ്, നീ നല്ലൊരു ഭാര്യയാണ്, നീ നല്ലൊരു കൂട്ടുകാരിയാണ്, മാഷാഅല്ലാ, ഗ്രേറ്റ്. നമ്മളെ പ്രൗഡ് ചെയ്യുക, നമ്മളെ അഭിനന്ദിക്കുക. അങ്ങനെ 2 കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വയം അപ്ഡേറ്റഡ് ആവുക. സ്വയം അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ, നമ്മൾ സ്വയം പുതുക്കിയിട്ടില്ലെങ്കിൽ താമസിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും, നമ്മൾ പുറന്തള്ളിപ്പോവും. കുറച്ച് ദിവസം മുന്നേ ഒരു ദിവസം എൻ്റെ മോള് +1 പഠിക്കുന്നത്. അവളുടെ ഒരു കൂട്ടുകാരി വീട്ടിലേക്ക് വന്നു. അപ്പൊ അവര് തമ്മിൽ സംസാരിക്കാണ് ഹാളിൽ ഇരുന്നിട്ട്. അപ്പൊ ഹാളിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഇവളുടെ ഫ്രണ്ട് പറയാണ്, ഈ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ ഇപ്പൊ ആർക്കാ അറിഞ്ഞൂടാത്ത? ഒരേലും ഉമ്മാക്ക് പോലും അറിയാം, എൻ്റെ ഉമ്മാക്ക് പോലും അറിയാം, കുട്ടികൾ നമുക്ക് മാർക്കിടുകയാണ്.
നമുക്ക് ഉമ്മമാർക്ക് ഒന്നും അറിയില്ല, ഉമ്മാക്ക് പോലും അറിയാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല എന്നാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ആ ഒരു രീതി മാറ്റപ്പെടണം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും ഒക്കെ ഉള്ള ബോധം നമുക്ക് വേണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. പുതുതായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. പത്രവായനയ്ക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പുതിയൊരു കോഴ്സ് നമുക്ക് ഈ റമദാന് ശേഷമാണെങ്കിൽ പുതിയൊരു കോഴ്സ് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? നിങ്ങൾ SSLC കഴിഞ്ഞ ഒരാളാണെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് +2 ചേർന്ന് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം. എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യണമെന്നില്ല, ഓൺലൈനിൽ ചെയ്യാം. ഒരു തവണയോ മറ്റോ നേരിട്ട് പോയി പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയാൽ മതി. +2 പഠിക്കാം. +2 കഴിഞ്ഞ ആളാണെങ്കിൽ പുതുതായിട്ട് ഡിഗ്രി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഡിഗ്രി എടുക്കാം. ഇനിയിപ്പോ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളാ, കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാന്ന് വിചാരിക്കാം, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പുതുതായി എന്തെങ്കിലും ഒന്ന് പഠിക്കുക. ഇനിയിപ്പോ ഇതൊന്നും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിലും NLP പോലെയുള്ള ലൈഫ് ഡിസൈനിങ് കോഴ്സുകൾ അവൈലബിൾ ആണ്. സ്പീക്കോണിന്റെ തന്നെ ബിഷർ സാറൊക്കെ ചെയ്യുന്നുണ്ട് NLP കോഴ്സ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യൂട്ടോ. ഒരുപാട് ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരും. ഓൺലൈനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രായപരിധിയൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും ചെയ്യാം. ചെറിയ ഫീ മാത്രമേ ഉള്ളൂ. അപ്പോൾ NLP പോലെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. പുതുതായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അപ്ഡേറ്റ് ആവാന്നുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക, പഠിക്കുക, പുതിയ ടെക്നോളജിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സെൽഫ് ലോവില് നമ്മൾ പറഞ്ഞത് സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, പിന്നെ അപ്ഡേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക, പിന്നെ സ്വയം അഭിനന്ദിക്കുക, സ്വയം ആശ്വസിപ്പിക്കുക, സ്വയം മുന്നോട്ട് നടന്ന് പോവാം. അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഒക്കെ ചെയ്യാം. ഫോർഗിവ്നെസ് കഴിഞ്ഞ ദിവസം ഫർസാനമ്മയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഫ്രണ്ടിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഫോർഗിവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ വെച്ചാൽ അതിന്റെ ആൻസറും ഫോർഗിവ്നെസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫോർഗീവ് ചെയ്യുക, പുറത്തു കൊടുക്കുക, വിട്ട് കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ എത്രയോ വലിയ തെറ്റുകൾ ചെയ്തവരോട് നിരുപാധികം പുറത്തു കൊടുത്തിരിക്കുന്നു. എന്നാൽ നമ്മളാണെങ്കിലോ, അപ്പുറത്തെ വീട്ടിലെ സുഹറേന്റെ വീട്ടില് പുയ്യാപ്പിള വരുമ്പോ നമ്മളെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സുഹറക്ക് പുറത്തു കൊടുക്കുവോ? കാണാം, നമ്മളെ വീട്ടിൽ പുയ്യാപ്പിള വരും, അങ്ങനെയല്ലേ നമ്മൾ പറയണത്. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എനിക്ക് വലിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വേണ്ടി, നമ്മുടെ ഇന്നർ പാർട്സിന് വേണ്ടി, നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി എന്ന് കരുതിയിട്ടെങ്കിലും അവർക്ക് പുറത്തു കൊടുക്കുക. പുറത്തു കൊടുക്കലിന് വലിയ പ്രതിഫലമാണ് ഇസ്ലാം മതം പറയുന്നത്. അപ്പൊ പുറത്തു കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. നന്ദി പറയുമ്പോൾ നമ്മൾ ഒരാളോട് നന്ദി പറയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. 1 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു, മോളുടെ സ്കൂളില് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ, SSLC എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അമ്മമാരാണല്ലോ പൊതുവെ മീറ്റിംഗൊക്കെ കൂടുതൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നിവിടെ ക്ലാസ് എടുത്തത് മലപ്പുറം വിജയബേരി കോർഡിനേറ്റർ സലീം സർ എന്ന് പറയുന്ന വ്യക്തിയാണ്. മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്യോ? മലപ്പുറത്തു നിന്നുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? മലപ്പുറത്തു നിന്നുള്ള ആരും ഇല്ലേ? മലപ്പുറം തിരൂരാണ്. മലപ്പുറം ജില്ല വിജയബേരി കോർഡിനേറ്റർ ആണ് നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. ഓക്കെ. മലപ്പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? ഓക്കെ, ഞാൻ മലപ്പുറം. ഓക്കെ. അപ്പൊ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് സാർ നമ്മളോട് ചോദിച്ചു, നിങ്ങള് നന്ദിയുള്ള ആൾക്കാരാണോ? ഉമ്മമാരായി നമ്മൾ പറഞ്ഞു, യെസ്, നമ്മളൊക്കെ നന്ദിയുള്ളവരാണ്. നന്ദിയുള്ള ആൾക്കാരൊക്കെ, നിങ്ങൾ മറ്റുള്ള ആൾക്കാരോടൊക്കെ നന്ദി പറയാറുണ്ടോ? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ആൾക്കാരൊന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരൊന്ന് ഹാൻഡ്സപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ കൈവന്നിച്ചു. ഞാനാണ് ഫ്രണ്ടിൽ ഇരുന്നിരുന്നത്, ഞാൻ അധ്യക്ഷനായിരുന്നു ആ മീറ്റിംഗിൽ. അപ്പൊ ഞാനും കൈപൊക്കി. നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ നന്ദി പറയുന്ന ആൾക്കാരാണ്, നന്ദിയുള്ള ആൾക്കാരാണ്. അപ്പൊ സാർ ചോദിച്ചു, നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അതെന്തിന്, അതിപ്പോ ആരങ്ങനെ പറയണ? നമ്മളൊക്കെ കൺഫ്യൂഷനായി. അപ്പൊ സാറ് പറഞ്ഞു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, നിരുപാധികമായി നമ്മുടെ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവര്, നമ്മുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിച്ച് വിജയത്തിലും പരാജയത്തിലും അവരോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സ്, അവരെ ഏതവസ്ഥയിലും ചേർത്ത് നിർത്തുന്ന, സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന അധ്യാപകരോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നന്ദി പറയുന്നവരാണെന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളതെന്ന് ചോദിച്ചു.
നമുക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നും. അതുവരെ നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ടീച്ചേഴ്സിനെ പലപ്പോഴും കുറ്റപ്പെടുത്താനാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ടീച്ചേഴ്സിനെ വിളിക്കാറുണ്ട്, നിങ്ങൾ ഇന്നലെ ഹോംവർക്ക് കൊടുത്തില്ല, മെഞ്ഞാന്ന് മോളെ ശ്രദ്ധിച്ചില്ല, അങ്ങനെയുള്ള കാര്യം. ഇതുവരെ നമ്മൾ ടീച്ചേഴ്സിനോട് ആരും ഇതിന് നന്ദി പറഞ്ഞു. നമ്മൾ അറിയാതെ തന്നെ ഞങ്ങളുടെ കൈകൾ താണുപോയി. വല്ലാത്ത കുറ്റബോധം നമുക്ക് അനുഭവപ്പെട്ടു. എന്റെ പിറ്റേ ദിവസം തോന്നുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഇളയ മോളുടെ സ്കൂളിൽ ഒരു അനുമോദന സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ MPTA പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ആകാംക്ഷയായി, എന്താണ് ഇവര് പറയാൻ പോണത്? അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പം ആൾക്കാർ ചോദിച്ചു, എന്താണ് ഇവർ പറഞ്ഞു പോകുന്നത്, കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് താങ്ക് യു ടീച്ചേഴ്സ് എന്നാണ്. നമ്മുടെ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നതിന്, ഏതവസ്ഥയിൽ കൂടെ നിൽക്കുന്ന നന്ദി പറയുന്നതിന് ഒക്കെ ഞാൻ ആ ടീച്ചേഴ്സിനോട് നന്ദി പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ആ നിമിഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒരാളോട് നന്ദി പറയുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്, നമുക്ക് സ്വയം ഒരു ആത്മാഭിമാനം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, നന്ദി പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കാം. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒന്ന് ഫസ്റ്റ് സെൽഫ് ലവ്, രണ്ടാമത്തത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് മനഃശാസ്ത്രത്തിനെ കുറിച്ച് ബിഷർ സർ നല്ലൊരു ക്ലാസ് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും പറയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ പോസിറ്റീവായി നിലനിർത്തുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്, പഠിച്ചോനുണ്ട് എന്ന് വിശ്വസിക്കാം. നമുക്ക് ഏത് അവസ്ഥയിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് ഏത് പ്രതിസന്ധി തരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും നമുക്ക് പഠിച്ചോ തരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി തരുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ അതിനോടൊപ്പം നല്ലൊരു അവസരവും പഠിച്ചു തരുന്നുണ്ട്. 2 മാസം മുന്നേ നിങ്ങൾ പോസിറ്റീവ് കമ്മ്യൂൺ നടത്തുന്ന ഒരു ട്രെയിനേഴ്സ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുകയുണ്ടായി. ട്രെയിനേഴ്സിനുള്ള ഒരു മത്സരമാണ്, വിജയിച്ചാൽ 30,000 രൂപയൊക്കെ ഉണ്ട്, വലിയൊരു മത്സര വേദിയാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പന്റ് ആയിട്ട് എന്റെ ഫ്രണ്ട് റാബിയ എന്നുള്ള ആളും കൂടി പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മത്സരത്തിന് 2-3 ആഴ്ചയെ ബാക്കിയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്, റാബിയന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നു എന്നുള്ള ഫോൺ വന്നപ്പോൾ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി 10 ചൂടാൻ വേണ്ടി നമ്മൾ വായയില പറിക്കാൻ വേണ്ടി മൂപ്പര് എന്ത് ചെയ്തു, പറമ്പിലേക്ക് ഇറങ്ങി. അപ്പൊ അവിടുന്ന് നായ ഓടിച്ച് റാബിയ നായയെ കണ്ട് പേടിച്ച് മുന്നോട്ടേക്ക് ഓടുമ്പോൾ സ്റ്റെപ്പോ മറ്റോ തട്ടി അവള് താഴേക്ക് വീഴി അവളുടെ കാലിന്റെ തുടലിന്റെ സ്ഥലത്ത് വലിയൊരു എല്ല് പൊട്ടി വലിയ ക്ഷതം കാലിനുണ്ടാവുകയും ചെയ്തു. നമ്മളൊക്കെ ആകെ വിഷമിച്ചു. നമ്മളൊക്കെ പിന്നെ എന്ത് പരീക്ഷണമാണ് റാബിയക്ക്, എന്ത് പരീക്ഷണമാണ് പഠിച്ചോ കൊടുക്കുന്നതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ റാബിയ മാത്രം അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. റാബിയ പറഞ്ഞു, ചിലപ്പോ എനിക്ക് തന്ന ഈ പരീക്ഷണത്തിന്റെ കൂട്ടത്തിൽ വലിയൊരു അനുഗ്രഹം എനിക്ക് പഠിച്ചോൻ തന്നിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചോൻ തരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഇതിന്റെ പോയും എനിക്കൊരു അനുഗ്രഹം ഉണ്ടാവുമെന്ന് റാബിയ വിശ്വസിക്കുകയാണ്. അങ്ങനെ റാബിയക്ക് കിട്ടിയ ആ ഒരു 3 ആഴ്ച കാലം റാബിയ നല്ല രീതിയിൽ ഈ ഒരു ട്രെയിനേഴ്സ് കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റാബിയ നല്ല എന്താ പറയാ, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ഒരുപാട് വായിച്ചു. അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു കോൺഫിഡൻസോട് കൂടി ആണ് അവള് പ്രസന്റേഷൻ ഹാളിൽ എത്തിയത്. ആ ദിവസം താൽക്കാലികമായിട്ട് അവളുടെ പ്ലാസ്റ്റർ ഡോക്ടറോട് പറഞ്ഞു, അന്ന് പ്ലാസ്റ്റർ മാറ്റി കെട്ടേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അവളോട് കുറച്ച് സമയത്തേക്ക് എന്റെ ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടി മാറ്റിയിട്ട് പകരം ബാൻഡേജ് ചുറ്റി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ബാൻഡേജ് ഒക്കെ ചുറ്റി വോക്കറിലാണ് റാബിയ പ്രസന്റേഷൻ ഹാളിൽ എത്തിയത്. പ്രസന്റേഷൻ ഹാളിൽ വോക്കർ പിടിച്ചു നിൽക്കുന്ന റാബിയയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ സത്യം പറഞ്ഞ മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ ചെറുതായി ഒന്ന് പേടിച്ചു. കാരണം അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ റബ്ബ്, എന്റെ പഠിച്ചോൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു അത്. ഞാൻ വിജയിക്കുമെന്ന വിശ്വാസം. അവസാന റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ 2ാമതായി തന്നെ റാബിയ പുനത്തിൽ മൂസ എന്ന പേരുണ്ടായിരുന്നു. അപ്പൊ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം തരുമ്പോൾ തന്നെ പഠിച്ചോന് ചെയ്യാതെ, പഠിച്ചോൻ എന്തിനാണ് എനിക്ക് മാത്രം എന്തിനാണ് പഠിച്ചോൻ ഇങ്ങനെ പരീക്ഷണങ്ങൾ മാത്രം തരുന്നത് എന്ന് പറഞ്ഞ് ഇരിക്കാതെ, പഠിച്ചോനോട് പരാതി പറയാതെ തന്ന അനുഗ്രഹത്തിൽ സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലുള്ള പരീക്ഷണത്തിൽ നിന്ന് പുതിയ അവസരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുക.
ശിവഗേരിയുടെ പ്രശസ്തമായ ഒരു ഇൻസ്പയറിംഗ് ബുക്ക് ഉണ്ട്, യു ക്യാൻ വിൻ, നിങ്ങൾക്കും വിജയിക്കാം എന്നാണ് പറയുന്നത്. ജീവിത വിജയം കൈവരിക്കാൻ നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ മനോഭാവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, യു ക്യാൻ വിൻ. മനോഭാവ മാറ്റത്തിലൂടെ നിങ്ങൾക്കും വിജയിക്കാം. മനോഭാവ മാറ്റത്തിലൂടെ നിങ്ങളും വിജയിക്കട്ടെ, നമ്മളും വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കാൻ പടച്ചോൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സ്പീക്ക് ഓൺ അക്കാദമി, അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ട്രെയിനേഴ്സായ ബിബിമാരോട് ഉൾപ്പെടെയുള്ള ആളുകൾ, പിന്നെ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ നന്മകളും വിജയവും നൽകി പഠിച്ച തമ്പുരാൻ അബ്ദുൽ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല. അടുത്തതായി നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. റിഷാവന മാം എടുത്ത ഭാഗത്തു നിന്നുള്ള സംശയമാണെങ്കിൽ അവർ എന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്റെ ഭാഗത്തു നിന്നുള്ളതിന് ഞാനും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്.